ജുഡീഷ്യറിയിൽ അഴിമതി എന്ന NCERT പാഠപുസ്തകത്തിലെ പരാമർശത്തിനെതിരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് രംഗത്തെത്തിയിരിക്കുകയാണ്. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ അപമാനിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. വിഷയത്തിൽ കോടതി നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ബുധനാഴ്ച മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബലും അഭിഷേക് മനു സിംഗ്വിയും വിഷയം ചീഫ് ജസ്റ്റിസിന് മുന്നിൽ ഉന്നയിക്കുകയായിരുന്നു. ജുഡീഷ്യറിയിൽ അഴിമതിയാണെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നുവെന്നും ഇത് അസ്വസ്ഥതയുണ്ടാക്കുന്നുവെന്നും ഇരുവരും പറഞ്ഞു. ജുഡീഷ്യറിയെ അപമാനിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും വിഷയത്തിൽ എന്ത് നിലപാടെടുക്കണമെന്ന് വ്യക്തമാണെന്നും ചീഫ് ജസ്റ്റിസ് മറുപടി നൽകി. വിഷയത്തിൽ കോടതി സ്വമേധയാ കേസെടുക്കണമെന്ന് അഭിഭാഷകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാഠഭാഗത്തെ പരാമർശങ്ങൾ ബോധപൂർവം ആസൂത്രണം ചെയ്തതാണെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വിലയിരുത്തി. നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ 8ാം ക്ലാസ് പാഠപുസ്തകത്തിലാണ് ജുഡീഷ്യറിയിലെ അഴിമതിയെക്കുറിച്ച് പരാമർശങ്ങളുള്ളത്. നമ്മുടെ സമൂഹത്തിൽ നീതിന്യായ വ്യവസ്ഥയുടെ പങ്ക് എന്ന പാഠഭാഗത്താണ് അഴിമതിയാണ് നീതി നിർവഹണത്തിന് പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത്. സുപ്രീം കോടതിയിൽ 81,000 കേസുകൾ ഇനിയും കെട്ടിക്കിടക്കുകയാണെന്നും ഹൈക്കോടതികളിൽ ആകെ 6.24 ദശലക്ഷം കേസുകൾ വിചാരണയ്ക്കായി കാത്തിരിക്കുകയാണെന്നും പാഠഭാഗത്ത് പറയുന്നുണ്ട്. ജില്ലാ സബോർഡിനേറ്റ് കോടതികളിൽ 47 ദശലക്ഷം കേസുകൾ തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെന്നും പാഠഭാഗത്ത് പരാമർശമുണ്ട്.